രക്ഷാപ്രവർത്തനത്തിനിടയിൽ കാലിന് പരിക്ക് പറ്റി വീട്ടിൽ വിശ്രമിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. പ്രത്യേകത, വിഴിഞ്ഞം വാർഡിൽ ഈ സാധാരണ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിരുന്നു. പക്ഷേ വിഴിഞ്ഞം വാർഡിലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. അതിന് തൊട്ട് പിന്നാലെ വീണ്ടും തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങളുമായി പുരോഗമിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ സർവശക്തിപുരം ബിനു എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാണ്. പ്രചരണാർത്ഥം ആളുകൾ കാണുന്നതിന് വേണ്ടി പോകുന്നതിനിടയിലാണ് പെട്ടെന്നൊരു അപകടം, കുട്ടികൾ അപകടത്തിൽപ്പെടുന്ന കാണുകയും ആ കുട്ടികളെ രക്ഷിക്കുന്നതിനിടയിലാണ് ഈ തരത്തിൽ കാലിന് പരിക്കേറ്റത്. ബിനു തന്നെ ആ കാര്യം എന്താണ് സംഭവിച്ചത്, എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരം എൻ്റെ സ്ക്വാഡ് വർക്ക് നടത്തുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ, അത് 3-4 കുട്ടികൾ സൈക്കിൾ ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് പെട്ടെന്നൊരു കുട്ടി സൈക്കിളുമായിട്ട് ആ ചെറിയക്കോട് കുളത്തിലേക്ക് വീഴുകയുണ്ടായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ കുട്ടി വീഴുകയുണ്ടായി. കൂടെ നിന്ന് കുട്ടികൾ അങ്കിളെ എന്ന് വിളിക്കുകയും ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കുട്ടി കുറേ ഒരു 10 അടി താഴ്ചയിലേക്ക് വീണ് കിടക്കുന്നതായിട്ട് കണ്ടത്. ഞാൻ പെട്ടെന്ന് ഈ കുട്ടിയെ രക്ഷിക്കുന്നതിലേക്കായി ഈ കുളത്തിലേക്ക് എടുത്ത് ചാടി. അപ്പോൾ കുളത്തിലെ ഈ സൈഡിലേക്ക് വെള്ളമില്ലായിരുന്നു, കുറച്ച് മണ്ണും ചെളിയായിട്ട് കിടക്കുന്ന ഭാഗമായിരുന്നു. ഞാൻ ഇറങ്ങിയ കുട്ടിയെ രക്ഷപ്പെടുത്തി മുകളിലേക്ക് എൻ്റെ പ്രവർത്തകരുടെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് കുട്ടി അയ്യോ എൻ്റെ കൈ എന്ന് പറയുകയുണ്ടായി. പിന്നെ കുട്ടിയുടെ കൈ പൊട്ടലുണ്ടായിരുന്നു. അങ്ങനെ കുട്ടി ഇപ്പോൾ വീട്ടിലുണ്ട്. എനിക്ക് അതിനുശേഷം എൻ്റെ കാല് കുറച്ച് വേദന എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ എന്നിട്ട് അതിനുശേഷം പ്രചരണം നടത്തുകയുണ്ട്. കുറേ വീട്ടിൽ കയറി സ്ക്വാഡ് വർക്ക് ചെയ്തു. അപ്പോഴേക്കും പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും എൻ്റെ കാല് നല്ല നീരും നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ ഞാൻ ഡോക്ടറെ സമീപിച്ചപ്പോഴേക്കും എൻ്റെ കാലിൻ്റെ ലിഗമെൻറ്റ് വലിയുകയും മുട്ടിൻ്റെ ചിരട്ടയുടെ ഭാഗം കുറച്ച് മാറി നിൽക്കുന്നതായിട്ട് അറിയപ്പെട്ടു. ഇപ്പോൾ എങ്ങനെ പ്രചരണമൊക്കെ? ഇപ്പം ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് വോട്ടർമാരെ ഫോണിൽ വിളിക്കുകയും അങ്ങനെയുള്ള സംവിധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വോട്ടർമാരെ ഇപ്പോൾ നേരിൽ കാണാൻ എനിക്ക് സാധിക്കുന്നില്ല, ഫോൺ വഴി ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി വരും ദിവസങ്ങളിൽ വോട്ടറെ കാണാനായിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യം വീൽ ചെയറിൽ പോകാനായിട്ടാണ് ഞാൻ നോക്കുന്നത്. വീൽ ചെയറിൽ പോയിട്ട് പിന്നെ എങ്ങനെയെങ്കിലും അടുത്ത് വടിയൂന്നി വോട്ടർമാരെ കാണാനായിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ഈ കുട്ടിയുടെ ബന്ധുക്കളൊക്കെ വന്നിരുന്നു? ബന്ധുക്കൾ അച്ഛനും അമ്മയും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല വെള്ളമുള്ള കുളമായിരുന്നു. നല്ല താഴ്ച, നല്ല വെള്ളമുള്ള കുളമാണ്. ഈ സൈഡിൽ ഈ മഴ സമയങ്ങളിൽ ഒലിപ്പിറങ്ങി കുറേ മണ്ണ് സൈഡിലുണ്ടായിരുന്നു. ആ ഭാഗത്താണ് ഈ കുട്ടി വീണത്. അതുകൊണ്ട് സൈക്കിൾ എങ്ങനെയായിരുന്നു? കുട്ടി അടിയിലും സൈക്കിൾ പുറത്തുമായിട്ടാണ് കിടന്നത്. സൈക്കിൾ ചവിട്ടുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. കുറച്ച് ദിവസത്തേക്ക് വർക്കിന് റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ലിഗമെൻറ്റ് വലിഞ്ഞതുകൊണ്ട് കുറച്ച് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആളുകളൊക്കെ ഉണ്ടോ? വാർഡിലെ ആൾക്കാർ വർക്കിലാണ്. ഇങ്ങനെ മൊത്തം എത്ര വോട്ടർമാരാണ് ഉള്ളത് അവിടെ? നമുക്ക് 14,000 വോട്ടർ ഉണ്ട്. 13,800 സംതിങ് വോട്ടർ നമുക്ക് ഈ വാർഡിലുണ്ട്. നേരത്തെ എൽ ഡി എഫിൻ്റെ വാർഡായിരുന്നു ഇത്. ഇപ്പോൾ നേരത്തെ ഇത് വെങ്ങാനൂർ വാർഡിൻ്റെ കുറേ ഭാഗവും കോട്ടപ്പുറം വാർഡിൻ്റെ കുറച്ച് ഭാഗവും ഹാർബർ വാർഡിൻ്റെ കുറച്ച് ഭാഗമായിട്ട് ഇങ്ങോട്ടാക്കിയാണ് ഇപ്പോൾ പുതിയൊരു വാർഡായിട്ട് വിഴിഞ്ഞം വാർഡായിട്ട് വന്നിട്ടുള്ളത്. ഇത് പുതിയ വാർഡാണ്? ഇപ്പോൾ പുതിയ വാർഡാണ്. ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്? ഞാൻ നേരത്തെ വിഴിഞ്ഞം പഞ്ചായത്തായിരുന്നപ്പോൾ മുക്കല വാർഡിൽ നിന്ന് ബൈ ഇലക്ഷനിൽ മത്സരിച്ച് BJPയുടെ നിന്ന് താമര ചിഹ്നത്തിൽ ജയിച്ചിട്ടുള്ള ആളാണ് ഞാൻ. വിഴിഞ്ഞം ഗ്രാമപഞ്ചായത്തിൽ മെമ്പറായിട്ടുള്ള വ്യക്തിയാണ്. മുൻപരിചയമുണ്ട്. പൊതുവെ ഇതൊരു പിന്നെ ഹാർബർ ഏരിയയാണ്, അതുപോലെ സാധാരണ ആളുകൾ താമസിക്കുന്നുണ്ട്. ഇവരുടെ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇവിടെ നമ്മൾ ഈ വാർഡെന്ന് പറഞ്ഞാൽ ഒരു വലിയ വാർഡാണ്. ഏകദേശം 2 വാർഡായി തിരിക്കേണ്ട ഒരു വാർഡാണ് ഒറ്റ വാർഡായിട്ട് ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഈ വാർഡിൽ നമ്മൾ ടൗൺഷിപ്പ് മുതൽ നമ്മളെ ഗിടാരക്കുഴി വരെ നീളുന്ന ഒരു വലിയ വാർഡാണ്. ഈ വാർഡിനുള്ളിൽ സഞ്ചരിക്കുമ്പോൾ ഞാൻ ഏകദേശം വോട്ടർമാർ 5 റൗണ്ട് ഞാൻ കണ്ടായിരുന്നു. 5 റൗണ്ട് ഞാൻ വോട്ടർമാർ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഈ വാർഡിനുള്ളിൽ ഈ പഴയ ഓടിട്ട വീടുകളുണ്ട്. ഈ ഓടിട്ട വീടുകളെല്ലാം പൊളിഞ്ഞ്
അതിൻ്റെ അടിയിൽ ഈ കഴിക്കോലിന് പകരം ഈ കാറ്റടിക്കഴ അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് കെട്ടി ഇതിൻ്റെ മുകളിൽ ടാർപ്പ് വിരിച്ച് കിടക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഷീറ്റിട്ട വീടുകളുണ്ട്, തകര ഷീറ്റ്. ആ ഷീറ്റെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ടാർപ്പ് വിരിച്ച് കിടക്കുന്ന സാഹചര്യങ്ങൾ അങ്ങനെയുണ്ട്. പിന്നെ വസ്തു ഉണ്ടായിരുന്നിട്ട് വീട് വയ്ക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള ജനങ്ങളുണ്ട്. വീടും വസ്തുവില്ലാത്ത ജനങ്ങളുണ്ട്. കുടിവെള്ള വിഷയം കുടിവെള്ളം എത്താത്ത മേഖലകൾ ഒരുപാടുണ്ട്. പിന്നെ ഈ വഴി സൗകര്യം ഇല്ലാത്ത ഒരുപാട് പ്രദേശമുണ്ട്. പിന്നെ നമ്മൾ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നിട്ട് സ്ട്രീറ്റ് ലൈറ്റ് കത്താത്ത ഭാഗങ്ങൾ, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത ഭാഗങ്ങൾ, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ നമ്മളെ ഈ ഭാഗത്തുണ്ട്. ഈ മത്സ്യ തൊഴിലാളികൾ താമസിക്കുന്ന ഭാഗത്ത്, നമ്മൾ ഈ കരയടിവിള അങ്ങനെയുള്ള ഭാഗങ്ങൾ മത്സ്യ തൊഴിലാളികൾ ഒരുപാട് താമസിക്കുന്ന ഭാഗമാണ്. അവർ ഈ രാത്രികാലങ്ങളും രാവിലെയുമാണ് മത്സ്യബന്ധനം കഴിഞ്ഞിട്ട് അവർ വീടുകളിൽ എത്തുന്നത്. ആ സമയത്ത് ഇരുട്ടും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, ഈ വഴി സൗകര്യം ഇല്ല, അങ്ങനെയുള്ള മേഖലകൾ ഒട്ടനവധി മേഖലകൾ നമ്മൾ ഈ ഭാഗത്തുണ്ട്. അതിനൊക്കെ ഞാൻ വന്നുപോയ ഒരു മാറ്റം ഉണ്ടാവും. ഞാൻ ജയിച്ചു പോയ ഈ പ്രദേശം ഇതിനൊക്കെ ഒരു മാറ്റം അതിനു വേണ്ടി ഞാൻ ശ്രമിക്കും. അപ്പോൾ ഇപ്പം ടെലിഫോണിലൂടെയൊക്കെയാണ്? ടെലിഫോണിലൂടെയാണ് ഞാൻ വിളിക്കുന്നത്. ആളുടെ പ്രതികരണമൊക്കെ എങ്ങനെയാണ്? പ്രചരണം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് നല്ല പ്രതികരണം പൊതുവെ ഇങ്ങനെ അല്ല, ഞാൻ ജയിക്കും എന്നാണ് ജനങ്ങളിവിടെ നമ്മുടെ പൊതുവെ വാർഡിൽ എല്ലാവരും പറയുന്നത്. എന്തെന്ന് വെച്ചാൽ ഞാൻ 5 പ്രാവശ്യം ജനങ്ങളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഭാഗത്തും എല്ലാ ജനങ്ങളെയും ഞാൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു വോട്ടായി മാറും, ജനങ്ങളെ എന്നെ വിജയിപ്പിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും സർവശക്തിപുരം ബിനു തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. കാരണം ഇതുവരെ 5 റൗണ്ട് ആളുകളെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. വാർഡിൽ സജീവമായി പ്രവർത്തനം നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് സ്ഥാനാർത്ഥി മരിക്കുകയും പിന്നീട് തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയും ചെയ്തത്. ഇപ്പോഴും വീട്ടിലിരുന്ന് തന്നെ ഫോൺ വഴി ആളുകളൊക്കെ വിളിക്കുന്നുണ്ട്, വോട്ടൊക്കെ എത്തിക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകരൊക്കെ ഇപ്പോഴും വാർഡിൽ സജീവമായി പ്രവർത്തനം നടത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ശ്രീ ബിനു വിജയം ഉറപ്പ് എന്ന് പറയുന്നത്. വിഴിഞ്ഞത്തു നിന്നും ബിനിലും അജ്മലിനൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്.